ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 മെയ് 9 വ്യാഴാഴ്ചയാണ്. നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. നോക്കാം നമുക്ക് എന്തൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എന്നുള്ളത്. പതിവ് പോലെ ഒരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, സ്റ്റോക്ക് മാർക്കറ്റിൽ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത് അത് നിങ്ങളിലേക്ക് വന്നു ചേരുക തന്നെ ചെയ്യും. 99% ആൾക്കാരും പരിശ്രമിക്കുന്നത് ഒരു സിസ്റ്റം കണ്ടിന്യൂ ചെയ്യാൻ, ദിവസവും ട്രേഡ് ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം, നെക്സ്റ്റ് ഡേ വീണ്ടും ട്രേഡ് ചെയ്യണം, പ്രോഫിറ്റ് ഉണ്ടാക്കണം, അല്ലെങ്കിൽ അത് ലോസ് ഉണ്ടാക്കണം എന്നൊക്കെ ചിന്തിച്ച് ആ ഒരു പ്രോസസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഒട്ടുമിക്ക ആൾക്കാരും ശ്രമിക്കുന്നത്. പക്ഷെ വളരെ ചുരുക്കം ആൾക്കാർ അതിൽ നിന്നും ഒരു സമ്പത്ത് ക്രിയേറ്റ് ചെയ്യണം, അതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ വളരെ ചുരുക്കം ആൾക്കാരാണ്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ കമ്പൈൻ ചെയ്ത് നോക്കുമ്പോൾ, നമ്മളെല്ലാവരും ട്രേഡ് ചെയ്യും. നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ സ്ട്രാറ്റജി സൂപ്പറാണ്, എനിക്ക് പ്രോഫിറ്റ് നല്ലപോലെ കിട്ടണം എന്നൊക്കെ പറയും. നമ്മൾ വൈകുന്നേരം ആകുമ്പോൾ ലോസിൽ ട്രേഡ് അവസാനം, അല്ലെങ്കിൽ മാസം അവസാനമാകുമ്പോൾ ലോസിലായിരിക്കും ട്രേഡ് അവസാനിപ്പിക്കുന്നത്. ഇൻ ബിറ്റ്വീൻ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒത്തിരി ദിവസങ്ങളിൽ നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാകും. പിന്നെ ഇവിടെ പോയി പ്രോഫിറ്റ്, അവിടെ നിങ്ങളുടെ ലക്ഷ്യത്തിനാണ് പ്രശ്നം. കാരണം നിങ്ങളുടെ ലക്ഷ്യത്തിൽ പ്രോഫിറ്റ് എന്നൊരു വാക്ക് അതിനകത്ത് നിങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് എൻഡ് ഓഫ് ദ ഡേ വെൽത്ത് ക്രിയേഷൻ എന്ന ഒരു കൺസെപ്റ്റിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അപ്പോൾ നിങ്ങൾ എന്തിനു വേണ്ടിയാണോ പരിശ്രമിക്കുന്നത്, നിങ്ങൾ ഇതിൽ നിന്നും ഒരു വരുമാനം ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചാണ് മുന്നോട്ട് പോകുന്നത്, അതിനുവേണ്ടി സ്റ്റെപ്പുകളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തടി കുറക്കാൻ വേണ്ടി എക്സസൈസ് ചെയ്യുന്ന ആൾക്കാർ എക്സസൈസ് ചൂസ് ചെയ്യുമ്പോൾ അത് തടി കുറയാനുള്ളതായിരിക്കണം, അല്ലാതെ ബോഡി ബിൽഡപ്പ് ചെയ്യാൻ അല്ലെങ്കിൽ മസിൽസ് ബിൽഡ് ചെയ്യാനുള്ള എക്സസൈസുകൾ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ തടി കുറയില്ല. അപ്പോൾ തീർച്ചയായിട്ടും ആ രീതിയിൽ തന്നെ ട്രേഡിങ്ങിലേക്ക് നിങ്ങൾക്കൊരു വെൽത്ത് അല്ലെങ്കിൽ അതിൽ നിന്നൊരു സമ്പത്ത് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ ട്രേഡിങ്ങിനായാലും ഇൻവെസ്റ്റിങ്ങിനായാലും വരുന്നത്. അല്ലാതെ ഈ ഒരു പ്രോസസ്സിൽ എനിക്കൊരു ഭാഗമാകണം, എല്ലാവരും ബസ്സിൽ കയറി പോകുന്നുണ്ട്, എനിക്കും ബസ്സിൽ കയറണം, അല്ലെങ്കിൽ എല്ലാവരും വന്ദേ ഭാരത് ട്രെയിനിൽ കയറി നോക്കുന്നുണ്ട്, എനിക്കും ഒന്ന് കയറി പോകണം, അത് ആ ഒരു എക്സ്പീരിയൻസ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകരുത് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡിങ്ങിന് വരുന്നത്. വന്ദേ ഭാരത് ട്രെയിൻ ഇറങ്ങിയ ഉടനെ ഒത്തിരി പേരുടെ ആവശ്യമായിരുന്നു. ഒരു കാരണമില്ലാതെ കണ്ണൂരിൽ നിന്ന് എറണാകുളത്തേക്ക് യാത്ര ചെയ്ത് ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഒരു എറണാകുളം പോയിട്ട് എന്തെങ്കിലും ഒരു ആവശ്യമുള്ള ഒരാൾ കൃത്യമായിട്ട് അവിടെ പോകുന്നതിന് വന്ദേ ഭാരത് പ്ലാൻ ചെയ്ത് ആ ട്രെയിനിന് പോകുകയാണെങ്കിൽ അയാൾക്ക് ഒരു എക്സ്ട്രാ എക്സ്പീരിയൻസ് ഇതിൽ കിട്ടും എന്നുള്ളത് സത്യമാണ്. അല്ലാതെ ആ ഒരു എക്സ്പീരിയൻസിന് വേണ്ടി മാത്രം അതിലേക്ക് പോകരുത്. സോ ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റ് ട്രേഡിംഗ് എന്ന ഒരു പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതിലേക്കല്ല നിങ്ങളുടെ ശ്രദ്ധ വേണ്ടത്, അതിൽ നിന്നും എത്രത്തോളം കാശ് നിങ്ങളുടെ കീശയിലേക്ക് വരുന്നുണ്ട് എന്ന കാര്യത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. അത് എന്ത് സ്ട്രാറ്റജി ഉപയോഗിച്ചാലും, എന്ത് പ്രോസസ്സ്, അവിടെ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നുമില്ല. കാശ് നിങ്ങളുടെ കീശയിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ വിജയിക്കുക തന്നെ നിങ്ങളായിരിക്കും എൻഡ് ഓഫ് ദ ഡേ ഒരു വിജയിയായിട്ട് വരുന്നത്. സോ അത് പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നാണ് ഈ ഒരു രാവിലെ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളത്. ഇനി ഇന്നത്തെ മറ്റു വിശേഷങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ, ഇന്നത്തെ പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സിൽ ഒന്ന്, ഇന്ത്യ ഒരു പ്രധാനപ്പെട്ട കൺസ്യൂമർ മാർക്കറ്റായി മാറാൻ പോകുന്നു 2026 എന്ന് ഉള്ള ഒരു ന്യൂസാണ് പ്രധാനപ്പെട്ടതായിട്ട് ഞാനിവിടെ രാവിലെ തന്നെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളൊക്കെ കരുതും ഇന്ത്യ എല്ലാ കാര്യത്തിലും നമ്പർ 1 മാറുന്നു എന്നുള്ളത്. ഇവിടെ ഒരു കൺസ്യൂമർ മാർക്കറ്റ് ആവാനാണ് പോകുന്നത്. നമ്മൾ സാധനങ്ങൾ ഇങ്ങനെ വാങ്ങിക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്ന രീതിയിലേക്കാണ് ഇതിന് പോകുന്നത്. ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും. പക്ഷേ ഇവിടെ രണ്ട് കാര്യങ്ങളാണ്. നമ്മൾ ഇന്ത്യ ഒരു നമ്പർ 1 മാറുമ്പോൾ, ഒരു കൺസ്യൂമർ മാർക്കറ്റായി മാറുമ്പോൾ, നമ്മൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്ത്, നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുന്നത് ഞാൻ എന്ത് പ്രൊഡക്റ്റാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്, അല്ലെങ്കിൽ ആരാണ് ഇവിടെ സെല്ല് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, എവിടെ നിന്നാണ് ഈ പ്രൊഡക്ട്സ് വരുന്നത്, ആരാണ് ഈ സമ്പത്ത് കൊണ്ടുപോകുന്നത് എന്ന ഒരു കാര്യത്തിലേക്ക് നിങ്ങളൊന്ന് ചിന്തിക്കുന്നത് വളരെ നല്ലൊരു കാര്യമായിരിക്കും. കാരണം ഇപ്പോൾ ജർമ്മനി, ജപ്പാനൊക്കെ ഉള്ളതിനേക്കാളും മുന്നിലേക്കാണ് ഇന്ത്യ കയറി പോകാൻ പോകുന്നത്. മറ്റു രാജ്യങ്ങളിൽ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ അവർ ഒരുവിധം അവരുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൽ പ്രൊഡക്ഷനിൽ അവർ സൂപ്പറാണ്. നമ്മളിവിടെ എന്തിലാണ് സൂപ്പറായി നിൽക്കുന്നത് എന്നുള്ളത് കൂടി സിമ്പിളായി പറയുകയാണെങ്കിൽ, ഒരു നല്ല കൺസ്യൂമർ മാർക്കറ്റ് ഉണ്ടായിട്ട് അവിടെ നമ്മളായിട്ട് ഒരു പ്രൊഡക്റ്റും സെല്ല് ചെയ്യുന്നില്ല എന്നുള്ളത് ഖേദകരമാണ്. ഓൺടർപ്രീനേഴ്സിന് ഏറ്റവും നല്ല ഒരു അവസരമാണിത്. സോ നിങ്ങൾ ആ ഒരു ബിസിനസ് മൈൻഡ് സെറ്റിലേക്ക് നിങ്ങൾ നോക്കുക. ഈ ഒരു അവസരം, ഇന്ത്യ 3ാമത്തെ ലാർജസ്റ്റ് കൺസ്യൂമർ മാർക്കറ്റ് ആകുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദനം നടത്തി ആ ലോക്കൽ മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നത് നമ്മൾ തന്നെ ആയിരിക്കണം. സോ അതിനായിട്ടായിരിക്കണം നമ്മൾ പരിശ്രമിക്കുന്നത്.
ദെൻ മാർക്കറ്റ്സ് ഒരു കൺസോൾട്ടേഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും നിഫ്റ്റിയൊക്കെ ഒരു ലോയിലേക്ക് പോയിട്ടുണ്ട്. തിരിച്ച് വീണ്ടും ആ ഒരു സൈഡ് വൈസ് മൂവ്മെൻറ്റ് ഇങ്ങനെ തുടരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ വിക്സ് കയറി 17ന്റെ മുകളിൽ എത്തിയിട്ടുണ്ട്. വിക്സിന് മറ്റൊരു പേരുള്ളത് നിങ്ങൾക്കറിയാം, ഫിയർ ഇൻഡെക്സ് എന്നാണ്. ആൾക്കാരുടെ ഭയമാണ് അത് സൂചിപ്പിക്കുന്നത്. സോ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇന്ത്യൻ രൂപയുടെ മൂല്യം സർവകാല റെക്കോർഡിലേക്ക് താഴ്ന്നിറങ്ങിയിരിക്കുകയാണ്. ഒരു US ഡോളറിന് 83 രൂപ 51 പൈസയാണ് ഇന്നലെ ക്ലോസ് ചെയ്ത ഒരു എക്സ്ചേഞ്ച് റേറ്റ്. L&T നെറ്റ് പ്രോഫിറ്റ് 4396 കോടിയാണ് Q4 റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. 10% വർധനവാണ് ഇതിൽ വന്നിരിക്കുന്നത്. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് RBI അവരുടെ എല്ലാ ട്രാൻസാക്ഷൻസും ക്ലോസ് ചെയ്തിരുന്നത്. പുതിയ കസ്റ്റമേഴ്സിനെ എടുക്കരുത് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതായത് ടെക്നിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ വളരെ മോശമായതുകൊണ്ടാണ് RBI അങ്ങനെ ഒരു നിർദ്ദേശം കൊടുത്തത്. ഇപ്പോൾ അവർ കൊടാക് ബാങ്ക് 400 എഞ്ചിനീയേഴ്സിനെ ഹയർ ചെയ്യാണ് കംപ്ലീറ്റ് ഇൻഫ്രാസ്ട്രക്ചറും ശരിയാക്കാൻ വേണ്ടിയിട്ട്. ദെൻ ടാറ്റ പവർ അവരുടെ നെറ്റ് പ്രോഫിറ്റ് 895 കോടിയാണ് Q4 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 15.1% വർധനവാണ് ഇയർ ഓൺ ഇയറിൽ വന്നിരിക്കുന്നത്. TVS മോട്ടോഴ്സ് സ്റ്റാൻഡ് അലോൺ നെറ്റ് പ്രോഫിറ്റ് 485 കോടിയാണ് Q4 റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 18.3% ഇയർ ഓൺ ഇയർ വർധനവാണ് ഇത് സൂചിപ്പിക്കുന്നത്. BSE നെറ്റ് പ്രോഫിറ്റ് 106 കോടിയാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 20% വർധനവാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. സുല വൈൻയാർഡ്സ് നെറ്റ് പ്രോഫിറ്റ് 4.85% വർധനവാണ് കുറവാണ് വന്നിരിക്കുന്നത്. നെറ്റ് പ്രോഫിറ്റ് കുറയുകയാണ് ഇതിൽ ഓൾമോസ്റ്റ് 5% കുറയാണ് ചെയ്തിട്ടുള്ളത് പ്രീവിയസ് ഇയറിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. ഭാരത് ഫോർജ് ഇന്നലെ 16% ഒരു മുന്നേറ്റമുണ്ട്. ഭാരത് ഫോർജ് സ്റ്റോക്കിൻ്റെ പ്രൈസ് 16% കയറിപ്പോയിരുന്നു. കാരണം അതിനുള്ള പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ Q4 റിസൾട്ടിൽ 59% വർധനവാണ് അവർ രേഖപ്പെടുത്തിയത്. സൊനാറ്റ സോഫ്റ്റ്വെയർ ഇന്നലെ 14% ഇടിഞ്ഞിരുന്നു. ഒരുപാട് പേർക്ക് കാശ് നമ്മളെ കൂട്ടത്തിലുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു 1000 ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്, എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ അവരുടെ Q4 റിസൾട്ട് വളരെ മോശമായിരുന്നു. പക്ഷെ ഇപ്പോഴും എല്ലാ അനലിസ്റ്റുകളും അതിൽ ഒരു സെല്ലിന് വേണ്ടിയിട്ട് പറയുന്നില്ല. അത് പൊസിഷൻ സ്ക്വയർ ഓഫ് ചെയ്യാൻ ഇപ്പോഴും അവർ പറയുന്നില്ല. കൂടുതൽ ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ തന്നെയാണ് പറയുന്നത്. സോ അങ്ങനെ ഭയപ്പെടാൻ മാത്രമൊന്നുമില്ല. കാരണം സൊനാറ്റ സോഫ്റ്റ്വെയർ വളരെ പ്രോമിസിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോക്കാണ്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ഫെവിക്കോളിൻ്റെ കമ്പനി ഇന്നലെ 4% ഇടിവാണ് രേഖപ്പെടുത്തിയത്. കാരണം Q4 റിസൾട്ട് മോശമായത് തന്നെ പ്രതീക്ഷക്കൊത്ത് ഉയർന്നില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ദെൻ ഇവിടെ വോൾട്ടാസ് 4% ഇന്നലെ ഇടിഞ്ഞിരുന്നു. അവരുടെ Q4 റിസൾട്ട് 19% ലാഭത്തിലൊരു ഇടിവാണ് രേഖപ്പെടുത്തിയത്. അപ്പോൾ എന്തായാലും ആ ഒരു സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം മോശമായി പോയത്. ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് 3% ഇന്നലെ സ്റ്റോക്ക് ഇടിഞ്ഞതിന് പ്രത്യേകിച്ച് കാരണമൊന്നും അല്ല പറയുന്നത്. ബ്രോക്കറേജ് കമ്പനികൾ അല്ലെങ്കിൽ കോൾ പ്രൊവൈഡേഴ്സ് അതുപോലെ രജിസ്റ്റേർഡ് അനലിസ്റ്റുകൾ ഈ സ്റ്റോക്കിനെ ഡൗൺ ഗ്രേഡ് ചെയ്തു. അതായത് അതിന് മുന്നോട്ടൊരു പ്രതീക്ഷയ്ക്ക് വകുപ്പില്ല എന്ന രീതിയിൽ അവർ അതിനെ ഡൗൺ ഗ്രേഡ് ചെയ്തതുകൊണ്ട് ആ സ്റ്റോക്ക് ഇന്നലെ 3% ഇടിഞ്ഞു. ദെൻ SRF ഇന്നലെ 3% ഇടിഞ്ഞിരുന്നു. കാരണം അതിൻ്റെ പ്രോഫിറ്റിൽ ഒരു ഡ്രോപ്പ് ഉണ്ടായത് തന്നെയാണ് കാരണം Q4 റിസൾട്ടിൻ്റെ സീസണാണ് ഈ പോയിക്കൊണ്ടിരിക്കുന്ന ഈ 1-2 ആഴ്ച. സോ ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളത് ഓരോ കമ്പനികളെയും വളരെ ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്യണം. ഇന്ദ്രപ്രസ്ഥ ഗ്യാസ് ഇന്നലെ 3% വർധനവ് രേഖപ്പെടുത്തി. കാരണം Q4 റിസൾട്ടിൽ 9% വർധനവാണ് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഹീറോ മോട്ടോർ കോർപ്പറേഷൻ ഇന്നലെ 2% സ്റ്റോക്ക് പ്രൈസ് ജമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റിൽ Q4 റിസൾട്ട് നെറ്റ് പ്രോഫിറ്റിൽ 18% വർധനവാണ് അവർക്കുണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ഹൈലൈറ്റ്സ്. പിന്നെ ഒത്തിരി പേര് ഇൻട്രാഡേ സ്റ്റോക്കുകളെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ വായിച്ച ലിസ്റ്റിലുള്ള സ്റ്റോക്കുകളെല്ലാം തന്നെ നിങ്ങൾക്ക് നിരീക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല ട്രേഡുകൾ അതിൽ ലഭിക്കുന്നതായിരിക്കും. സോ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡോ ജോൺസ് ഇന്നലെ ക്ലോസ് ചെയ്ത് 172 പോയിന്റ്. US മാർക്കറ്റിൽ ഡോ ജോൺസ് 172 പോയിന്റ് ഗ്രീനിലാണ്. മറ്റ് 2 S&P 500ഉം നെസ്ഡാക്കും റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. യൂറോപ്യൻ മാർക്കറ്റ് ഇത് ബാക്ക് ടു ബാക്ക് 3ാമത്തെ ദിവസമാണ് ക്ലിയർലി ബുള്ളിഷ് ആയിട്ട് ക്ലോസിങ് കിട്ടുന്നത്. ഇനി മറ്റു മാർക്കറ്റുകൾ നോക്കി നിക്കി 65 പോയിന്റ് ഗ്രീനിലാണ്. ഹാങ്സങ് 165 പോയിന്റ് റെഡിലാണ്. അതായത് ചൈനീസ് മാർക്കറ്റ് രണ്ടും റെഡിലാണ്. STI 13 പോയിന്റ് റെഡിലാണ്. അതേപോലെ കോസ്പി
1 പോയിന്റ് ഗ്രീനിലാണ്. അതൊക്കെ ഒരു ബ്രേക്ക് ഇവൻ ആയിട്ട് നിൽക്കുന്നു എന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 22,382 ഇന്ന് ഓപ്പൺ ആയത് 22,370 12 പോയിന്റിന്റെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയത്. കറന്റ്ലി പ്രൈസ് പോയിക്കൊണ്ടിരിക്കുന്നത് 22,391 21 പോയിന്റിന്റെ, അതായത് ഒരു ചെറിയ ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ പ്രൈസ് മുകളിലോട്ട് കയറി വരുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. 22,398 ഇതുവരെ വന്നിരിക്കുന്ന ഡേ ഹൈ. അതുപോലെ 22,370 ഡേ ഓപ്പണിംഗ് ഇസ് ഈക്വൽ ടു ലോ ആണ് ഇന്നത്തെ ഗിഫ്റ്റ് നിഫ്റ്റിയുടെ ഒരു സ്റ്റാറ്റസ്. സോ ഇന്നലത്തെ ക്ലോസിങ്ങിന്റെ മുകളിൽ തന്നെയാണ് ഇപ്പോൾ മാർക്കറ്റ് ഉള്ളത്. ഒരു ഗ്രീൻ തന്നെ, ഓവറോൾ ഒരു ഗ്രീൻ തന്നെയാണ് ഇതിനകത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ദെൻ ഇന്ന് വരാനുള്ള ഗ്ലോബൽ ഈവൻസ് നോക്കുകയാണെങ്കിൽ USA 30-year നോട്ട് ഓപ്ഷൻ, USA ഇനീഷ്യൽ ജോബ്ലെസ് ക്ലെയിംസ്, UK BOE ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ചൈന ബാലൻസ് ഓഫ് ട്രേഡ്, ചൈന ഇമ്പോർട്ട്സ് ആൻഡ് എക്സ്പോർട്ട്സ് ഇയർ ഓൺ ഇയർ, ബ്രസീൽ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ, ജപ്പാൻ BOJ സമ്മറി ഓഫ് ഒപ്പീനിയൻസ്. ഇത്രയും ഇവന്റുകളാണ് ഇന്ന് വരാനുള്ളത്. ഇന്ന് റിസൾട്ട് അനൗൺസ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ പെയിന്റ്സ്, എസ്കോട്ട്സ് കുബോട്ട, ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ, അപ്പോർട്ട് ഇന്ത്യ, കെയർ റേറ്റിംഗ്സ്, ക്യാംസ്, അജ്മീറ റിയാലിറ്റി, അലംബിക് ഫാർമസ്യൂട്ടിക്കൽസ്, ആൽക്കൈൽ അമൈൻ കെമിക്കൽസ്, ഡൈനാവിഷൻ, DIC ഇന്ത്യ, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, റെയിൻ ഇൻഡസ്ട്രീസ്, ഓറിയന്റ് ഇലക്ട്രിക്, ഗോപാൽ സ്നാക്സ്, റുഷിയൽ ഡെക്കോർ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ, ക്യാപിറ്റൽ സ്മോൾ ഫിനാൻസ് ബാങ്ക്, SBI, TVS ഇലക്ട്രോണിക്സ്, വിക്രാങ്കി, ആൽപ്സ് ഇൻഡസ്ട്രീസ്, നെക്സസ് സെലക്ട് ട്രസ്റ്റ്, ദെൻ റിലാക്സ് ഫുട്വെയർസ്, സിറ്റഡൽ റിയാലിറ്റി ആൻഡ് ഡെവലപ്പേഴ്സ്, സൂര്യോദയ സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇവിടെ വളരെ അപ്രധാനമാണെങ്കിലും SBI എന്ന ഒരു റിസൾട്ട് നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടാവും. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സംഭവമാണ്. SBIയുടെ റിസൾട്ട് പോസിറ്റീവ് ആണെങ്കിൽ മാർക്കറ്റിൽ നെഗറ്റീവ് മൂവ്മെന്റ് കിട്ടും. SBIയുടെ റിസൾട്ട് നെഗറ്റീവ് ആണെങ്കിൽ മാർക്കറ്റിൽ പോസിറ്റീവ് മൂവ്മെന്റ് കിട്ടും. ഇതുവരെയും കണ്ടിട്ടുള്ള ഒരു രീതി അങ്ങനെയാണ്. ഇനി അതല്ല, ഒരു കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു മിക്സ്ഡ് റെസ്പോൺസ് ആണെങ്കിൽ അത് സൈഡ് വൈസ് പോകും. ഇങ്ങനെയാണ് ഇതുവരെയും കണ്ടിട്ടുള്ള. അല്ലാതെ ഒരു SBIയുടെ റിസൾട്ട് ഹെവി ആയിട്ടുള്ള ഒരു ബാങ്കിങ് സെക്ടറാണ്. ബാങ്ക് നിഫ്റ്റിയെ നല്ല രീതിയിൽ മൂവ് ചെയ്യാൻ കഴിവുള്ള ഒരു ബാങ്ക് കൂടിയാണ് SBI. പക്ഷേ ഇതുവരെയും SBI റിസൾട്ടിനെ അനുബന്ധിച്ചിട്ട് ഒരു ഫോളോ അല്ലെങ്കിൽ ഒരു റാലിയോ ഒന്നും ബാങ്ക് നിഫ്റ്റിയിൽ ഇന്ന് വരെയും കണ്ടിട്ടില്ല. സോ അതൊരു പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. SBI ബാങ്ക് അത്രയും വലിയൊരു ബാങ്ക് കൂടിയാണ്. എന്നിട്ട് പോലും അത് ബാങ്ക് നിഫ്റ്റിയിൽ വലിയൊരു മൂവ്മെന്റ് ഉണ്ടാക്കുന്നത് കാണാറില്ല. ഈ വർഷത്തിൽ ഈ റിസൾട്ട് അനൗൺസ് ഇന്ന് മിക്കവാറും മാർക്കറ്റ് അവേഴ്സിന് ശേഷമായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി നാളെ വെള്ളിയാഴ്ച ഒരു മാർക്കറ്റിലായിരിക്കും എന്തെങ്കിലും കിട്ടുക. സോ നോക്കാം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. F&O ബാനിൽ വന്നിരിക്കുന്ന ആദിത്യ ബിർള ഫാഷൻസ്, ബാൽറാം ചിനി, ബയോകോൺ, ക്യാൻ ബാങ്ക്, കനറ ബാങ്ക്, GMR ഇൻഫ്ര, ഐഡിയ, PEL, PNB, സെയിൽ, ഇത്രയും സ്റ്റോക്കുകളാണ് ഇന്ന് F&O ബാനിൽ വന്നിട്ടുള്ളത്. F&O ബാൻ സ്റ്റോക്ക് ട്രേഡിംഗുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഫീച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്നവർക്ക് ഈ സ്റ്റോക്കുകളുടെ ഫീച്ചർ ആൻഡ് ഓപ്ഷൻസ് ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നേ ഉള്ളൂ. സ്റ്റോക്ക് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്ന് ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഒത്തിരി പേർക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ട്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,984 കോടിയുടെ ബൈങ്ങും 18,653 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 6,669 കോടിയുടെ നെറ്റ് സെല്ലിംഗ് ആണ് കാഴ്ചവെച്ചത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15,333 കോടിയുടെ ബൈങ്ങും 9,404 കോടിയുടെ സെല്ലിങ്ങും നടത്തിയത് വഴി 5,928 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ കാഴ്ചവെച്ചത്. മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ 740 കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് മാത്രം നടന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 6,669 കോടിയുടെ സെല്ലിംഗ് നടത്തിയിട്ടുണ്ട്. ഈ മാസം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് 15,863 കോടി രൂപയുടെ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തിയിരിക്കുന്നു. അതേസമയത്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 11,057 കോടിയുടെ ബൈയിങ് ഇൻവെസ്റ്റ്മെന്റും നടത്തിയിരിക്കുന്നു. മൊത്തത്തിൽ 4,805 കോടി രൂപ പിൻവലിക്കപ്പെട്ടതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്നലത്തെ നിഫ്റ്റിയുടെ മാർക്കറ്റ് ഒന്ന് ഓടിച്ചു നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ ഓപ്പൺ ആയത് 22,231 71 പോയിന്റ് നഷ്ടത്തിൽ 22,303 71 പോയിന്റ് ലാഭത്തിൽ 22,303 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 5 ദിവസത്തെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റിയിൽ ഒരു ബെയറിഷ് മൂവ്മെന്റ് അല്ലെങ്കിൽ സൈഡ് വൈസ് മൂവ്മെന്റ് തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്.
ദെൻ കഴിഞ്ഞ 5 ദിവസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയിൽ നമുക്ക് 173 പോയിന്റിന്റെ നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നത്. അതേപോലെ മെയ് മാസത്തിലെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 1.17% അഥവാ 265 പോയിന്റിന് നഷ്ടമാണ് നിഫ്റ്റിയിലുള്ളത്. ഇന്നലെ നിഫ്റ്റിയിലെ നോർമൽ CPR ആയിരുന്നു, പ്രൈസ് ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് വന്നിരിക്കുന്നത് നാരോ CPR ആണ്. സോ ഇന്ന് ഒരു അത്യാവശ്യം മൂവ്മെന്റ് കിട്ടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്ത്യ വിക്സ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത് 17.08 പുട്ട് കോൾ റേഷ്യോ നിഫ്റ്റിയുടേത് പുട്ട് കോൾ റേഷ്യോ 0.58 ആണ്. ക്ലിയർലി ബെയറിഷ് ആണ് ഇത് സൂചിപ്പിക്കുന്നത്. ഹയസ്റ്റ് കോൾ റൈറ്റിംഗ് നടന്നിട്ടുള്ളത് 22,500 1,32,00,000 കോൾ റൈറ്റിംഗ് ഇവിടെ നടന്നിട്ടുണ്ട്. പുട്ട് റൈറ്റിംഗ് ഹയസ്റ്റ് പുട്ട് റൈറ്റിംഗ് നടന്നിരിക്കുന്നത് 22,000 1,05,00,000 പുട്ട് റൈറ്റിംഗ് മാത്രമേ ഉള്ളൂ. അതായത് കോൾ സൈഡിലാണ് റൈറ്റിംഗ് കൂടുതലുള്ളത്. സോ മാർക്കറ്റിനെ വലിച്ച് താഴോട്ട് കൊണ്ടുപോകാനാണ് ഓപ്ഷൻ റൈറ്റേഴ്സ് ചിന്തിക്കുന്നതെന്ന് തോന്നുന്നു. ബാങ്ക് നിഫ്റ്റി ഇന്നലെ 103 പോയിന്റ് നഷ്ടത്തിലാണ് ക്ലോസ് ചെയ്തത്. ഫിൻ നിഫ്റ്റി 28 പോയിന്റ് നഷ്ടത്തിലാണ്. സെൻസെക്സ് 241 പോയിന്റ് ലാഭത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് 114 പോയിന്റ് ലാഭത്തിലാണ് ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇത്രയാണ് ഇന്നലത്തെ, അതല്ലെങ്കിൽ ഒരു നമുക്ക് പ്രിപ്പറേഷന് വേണ്ട ഡാറ്റയൊക്കെ ഇത്രയൊക്കെയാണ് ഉള്ളത്. ഇന്ന് നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ ട്രേഡാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്ലാൻ ചെയ്യുക എന്ന് നോക്കാം. അപ്പോൾ ആദ്യമായിട്ടൊരു മന്ത്ലി ലെവലിൽ, മന്ത്ലി റാസ് ലെവൽസിന്റെ ഇതിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ വന്നിരിക്കുന്നത് മന്ത്ലി ബോട്ടം CPR അതേപോലെ മന്ത്ലി ലോ വരും എന്ന് പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലേക്കാണ്. ഇന്നലെ എത്തിയില്ല, അതിൻ്റെ അടുത്ത് വരെ വന്നിട്ടുണ്ട്. സോ ഇന്ന് മോസ്റ്റ് പ്രോബബ്ലി ഞാൻ പ്രതീക്ഷിക്കുന്നത് ഇവിടുന്ന് മുകളിലോട്ട് ഒരു ഗ്രീൻ ക്യാൻഡിൽ വരും എന്നാണ്. കാരണം ഇവിടെ സപ്പോർട്ട് എടുത്ത് ഇവിടുന്ന് ഫർദർ ഫോള് വരുന്നുണ്ടെങ്കിൽ പോലും ഈ CPR ബോട്ടം CPRൽ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് പൊങ്ങുന്ന ഒരു കാഴ്ച കാണാറുണ്ട്. സോ ആ രീതിയിലൊരു മൂവ്മെന്റ്. അത് മാത്രമല്ല, ഈ ഒരു ഞാൻ പറഞ്ഞല്ലോ, ഒരു കൺസോൾട്ടേഷൻ മാർക്കറ്റാണ് ഇപ്പോൾ ഇലക്ഷന്റെ ഭാഗമായിട്ടുള്ളത്. സോ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കേണ്ട, ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇവിടെ വന്നു, ഇവിടെ നിന്ന് ഇങ്ങനെ, അത് ഈ ഒരു റേഞ്ചിനകത്ത് ഇങ്ങനെ പോവാന്നല്ലാതെ പ്രത്യേകിച്ച് മുകളിലോട്ടോ താഴോട്ടൊന്നും എങ്ങോട്ടും പോകുന്നില്ല. കുറച്ച് മുകളിലോട്ട് കയറി പോകുന്നു, വീണ്ടും താഴോട്ട് അവിടത്തേക്ക് തന്നെ ഇറങ്ങി വരുന്നു, വീണ്ടും കയറി പോകുന്നു, അവിടെ തന്നെ ഇറങ്ങി വരുന്നു. ഈ രീതിയിലാണ് ഇത് പോവുക. സോ ഇവിടെ ഇന്ന് ഈ വ്യാഴാഴ്ചയിൽ ഞാൻ പ്രതീക്ഷിക്കുന്നത് ഫർദർ താഴോട്ട് പോകാതെ ഒരു സപ്പോർട്ട് എടുത്ത് ഇവിടെ നിന്ന് മുകളിലോട്ട് പൊങ്ങും എന്നാണ്. നോക്കാം നമുക്ക് എങ്ങനെയാണ് വരുന്നത്. ഇനി ഒരു ഡെയിലി ക്യാൻഡിൽസിന്റെ അല്ലെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിലേക്ക് ഇത് വരികയാണെങ്കിൽ റാസ് ലെവൽസിന്റെ പ്രിഡിക്ഷൻ പ്രകാരം റാസ് ലെവൽസിൽ ഇന്ന് ഡേ ഹൈ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ഹൈനേക്കാളും വളരെ മുകളിലായിരിക്കും എന്നാണ് പറയുന്നത്. ഏകദേശം 160 പോയിന്റിന് ഒരു ഡിഫറൻസ് ഉണ്ട് ഹൈ തമ്മിൽ. ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് ഇന്നലത്തെ ഡേ ലോനേക്കാളും താഴെയായിരിക്കും. അതായത് മെയിൻലി അത് നമ്മളോട് സൂചിപ്പിക്കുന്നത് കുറച്ചുകൂടി വോളാറ്റൈലായിരിക്കും, കുറച്ച് വലിയ മൂവ്മെന്റ്സ് ഇന്ന് ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ്. ഇനി റാസ് ലെവൽസും നോ ട്രേഡ് സോണും CPRും തമ്മിലുള്ള കോമ്പിനേഷൻ നോക്കുകയാണെങ്കിൽ CPR ഇന്ന് നാരോ CPR ആണ്. സോ അതൊരു വലിയ മൂവ്മെന്റ് സൂചിപ്പിക്കുന്നുണ്ട്. ദെൻ നോ ട്രേഡ് സോണിന്റെ മുകൾ വശത്തായിട്ട് മുകളിലോട്ട് തള്ളി നിൽക്കുന്ന ഒരു CPR ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഓപ്പണിംഗ് മോസ്റ്റ് പ്രോബബ്ലി ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗിലായിരിക്കും മാർക്കറ്റ് ഓപ്പൺ ആവുക. ചിലപ്പോൾ ഇന്നലത്തെ യെസ്റ്റർഡേ ഹൈയുടെ മുകളിലൊക്കെ മാർക്കറ്റ് ഓപ്പൺ ആവുകയാണെങ്കിൽ 22,503 543 എന്ന ഒരു സോണിനെ നമുക്കൊരു ഇന്നത്തെ ഡേ ഹൈ ആയിട്ട് പ്രഖ്യാപിക്കാൻ സാധിക്കും. ഈ ഒരു സോൺ വരെ മാർക്കറ്റ് പോയേക്കാം. മാക്സിമം 22,503 543 ഇടയിൽ വെച്ചിട്ട് മാർക്കറ്റിലെ റിജക്ഷൻ ഉണ്ടാകും എന്നാണ് റാസ് ലെവൽസ് നമ്മളോട് സൂചിപ്പിക്കുന്നത്. ഇനി ഒരു ലോവർ സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ലോവർ സൈഡിൽ ഇവിടുന്ന് CPR ഈ CPR നോ ട്രേഡ് സോണിന്റെ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും തീർച്ചയായിട്ടും. ഈ ഒരു ലെവല്, ഈ ലെവൽസ് എല്ലാം തന്നെ ട്രേഡേഴ്സ് അരീന ഓൺലൈൻ എന്നുള്ള ഈ ടെലിഗ്രാം ചാനലിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. എങ്കിൽ കൂടി 22,293ന്റെയും 261ന്റെയും ഇടയിലുള്ള ഏകദേശം ഒരു 40 പോയിന്റിന്റെ 22,260 22,300 എന്ന ഈ ഒരു സോണിൽ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും. പിന്നെ ഫൈനലി ഒരു സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ളത് 22,175 ലെവലിലും പിന്നെ ഇന്നത്തെ ഡേ ലോ എന്ന് പറയുന്നത് 22,100 22,87 എന്ന ഈ ഒരു ലെവലിലും ആയിരിക്കും ഇന്ന് 99% മാർക്കറ്റിൽ ഒരു റേഞ്ച് ഉണ്ടാവുക. അപ്പോൾ പ്രോബബ്ലി ഇന്ന് റാസ് ലെവൽസിന്റെ ഇത് പ്രകാരം നമുക്ക് ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിൽ ഒരു ഹയർ സൈഡിലേക്ക് അല്ലെങ്കിൽ ഹൈ വൊളാറ്റൈൽ മൂവ്മെന്റ് കിട്ടാനാണ് സാധ്യത. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഇന്നലത്തെ ഡേ ഹൈയുടെ മുകളിൽ ഓപ്പൺ ആവുകയാണെങ്കിൽ ഇന്ന് മാക്സിമം മാർക്കറ്റ് ഇവിടെ വരെ പോവും. 22,500
543 ഇടയിൽ വരെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തേക്കാം. ഇതാണ് ഒരു സോണ്. മറ്റൊരു സോൺ ശ്രദ്ധിക്കേണ്ടത് 300-ന്റെയും 260-ന്റെയും ഇടയിലുള്ള ഈ ഒരു സോണ്. ഇവിടെയും മാർക്കറ്റ് സപ്പോർട്ട്, അല്ലെങ്കിൽ ഇവിടെ അതായത് ഈ സോണിൽ എൻട്രി പ്ലാൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക എന്നേ ഉള്ളൂ. പിന്നെ ഒരു സപ്പോർട്ട് ലൈൻ ഉള്ളത് 22,185-200 ലെവലിലാണ്. പിന്നെ ലോവർ ലെവലിൽ നിന്ന് മാക്സിമം 22,102 വരെ. താഴോട്ട് പോവുകയാണെങ്കിൽ 22,100 വരെയും മാർക്കറ്റ് ഇറങ്ങി പോവാം. ഇനി അതെല്ലാം മാർക്കറ്റ് മുകളിലോട്ട് കയറുകയാണെങ്കിൽ 22,500. അപ്പോൾ 22,500-ന്റെയും 22,100-ന്റെ ഇടയിലുള്ള ഒരു കളികളാണ് ഉണ്ടാവുക. അതിൽ ഒരു നോ ട്രേഡ് സോണായിട്ട് ശ്രദ്ധിക്കേണ്ടത് 22,300-ന്റെയും 22,260-ന്റെ ഇടയിലുള്ള ഈ ഒരു സോൺ. ഈ ഒരു സോൺ ഇവിടെ എൻട്രി എടുക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഇതൊന്നും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകണമെങ്കിൽ കോൾ സൈഡിൽ എൻട്രി എടുക്കാം, അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ താഴോട്ട് എൻട്രി എടുക്കാം. പക്ഷെ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും. 22,200, 185, 174 ലെവലിൽ ഇവിടെ ഒരു കൺസോൾട്ടേഷൻ ഉണ്ടാവും. സോ ഇവിടെ നിന്ന് റിജക്ഷൻ സപ്പോർട്ട് കിട്ടിയാൽ തിരിച്ച് മുകളിലോട്ട് തന്നെ കയറി വരും. ഇനി ഇൻ കേസ് അതല്ലെങ്കിൽ മാർക്കറ്റ് വേഴ്സ്റ്റ് കേസ് സിനാരിയോയിൽ മാർക്കറ്റ് ഇടിഞ്ഞു കുത്തി താഴെ പോവുകയാണെങ്കിൽ 22,100 വരെയും ഇറങ്ങി അങ്ങ് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതാണ് നിങ്ങൾ ഇന്നത്തെ ദിവസത്തേക്കായിട്ട് ശ്രദ്ധിക്കേണ്ടത്. 22,500 എന്നുള്ള ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ള ഒരു സോണാണ്. സോ അതിൻ്റെ അപ്പുറത്തോട്ട് കയറി പോകും എന്ന് ചിന്തിക്കുന്നതിൽ വലിയ അർത്ഥം ഉണ്ടാവില്ല. മാക്സിമം ലെവലിൽ 22,543 വരെ പോയേക്കാം. പക്ഷേ 22,500 പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്ന രീതിയിൽ ട്രേഡുകൾ കൊണ്ടുപോകുക. ഓപ്പണിങ് ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ് ആയിരിക്കും എന്ന് മാത്രമാണ് ഇത് പറയുന്നത്. സോ ഇനി ഒരു ഹെവി ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് വന്നു കഴിഞ്ഞാൽ 22,500 ലെവലിലേക്ക് കയറിപ്പോയി പെട്ടെന്ന് തന്നെ റിജക്ഷൻ ചെയ്ത് താഴോട്ട് ആ ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി വരുന്ന ഒരു കാഴ്ച കാണാം. അങ്ങനെയാണെങ്കിൽ 22,290, അതായത് 22,300, 260 റേഞ്ചിലേക്ക് മാർക്കറ്റ് ഇവിടുന്ന് നേരെ ഇങ്ങനെ വന്നിട്ട് പിന്നെ ഫർദർ അപ്പ് ഓർ ഡൗൺ. വൺസ് ഈ നോ ട്രേഡ് സോണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിനുശേഷം എന്ത് സംഭവിക്കും എന്നുള്ളത് മുൻകൂട്ടി നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആ സമയത്ത് ലൈവ് മാർക്കറ്റിലുള്ള കാര്യങ്ങൾക്കനുസരിച്ചാണ് അത് സംഭവിക്കുക കേട്ടോ. സോ ഇതാണ് ഇന്നത്തേക്കുള്ള ഒരു ട്രേഡ് സെറ്റപ്പ് എനിക്ക് പറയാനുള്ളത്. സോ എല്ലാവർക്കും ഒരു പ്രോഫിറ്റബിൾ ദിവസം ആകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. നമുക്ക് കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് വൈകുന്നേരം കണ്ടുമുണ്ടാം. താങ്ക് യു വെരി മച്ച്.